ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ അടുത്തുള്ള പാട്ടുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അറിയുവാനായി ആ ബെലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക. അസുരന്റെ താലി ഭാഗം 17. രചന ഫൗസിയ നൌഷാദ്. അന്ന് രാത്രി വർമ്മ മാൻഷൻ വല്ലാതെ നിശബ്ദതയായിരുന്നു. തൻവി ഗൗതമിന് രാത്രിയിലെ മരുന്നുകൾ നൽകാനായി അവന്റെ മുറിയിലെത്തി. അവൻ ജനാലയ്ക്കൽ ആകാശത്തെ നോക്കി നിൽക്കുകയായിരുന്നു. ഗൗതം, മരുന്ന് കുടിക്കാൻ സമയമായി, അവൾ പതുക്കെ വിളിച്ചു. ഗൗതം തിരിഞ്ഞു നോക്കി. അവന്റെ മുഖത്ത് വല്ലാത്തൊരു ശാന്തതയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. തൻവി, നിനക്കെന്നെ കൊന്നാ മതിയെന്ന് തോന്നിയിട്ടുണ്ടോ ആ രാത്രിയിൽ? അവന്റെ ആ ചോദ്യത്തിൽ അവളൊന്ന് അത്ഭുതപ്പെട്ടു. പിന്നെ നിഗൂഢമായി പുഞ്ചിരിച്ചു. അതേലോ, തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തു ചെയ്യാനാ, കൊന്ന പക തീരില്ലല്ലോ. വേഗം മരുന്ന് കുടിക്ക്. നീയൊന്ന് പഴയതുപോലെ ആയിട്ട് വേണം എനിക്ക് പക വീട്ടാൻ. അവനൊരു ചെറുചിരിയോടെ മുഖം തിരിച്ചു കളഞ്ഞു. തൻവിക്ക് അവന്റെ ആ ചിരി പുതിയ അനുഭവമായിരുന്നു. അവനങ്ങനെ ചിരിച്ചവൾ കണ്ടിട്ടേയില്ല. അഥവാ ചിരി വന്നാലും അവനത് നിഗൂഢമായി ഒളിപ്പിക്കാറാണ് പതിവ്. ഗൗതമിന്റെ ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരി തൻവിയുടെ ഉള്ളിലേക്ക് ഒരു തണുത്ത കാറ്റ് പോലെയാണ് അരിച്ചു കയറിയത്. ജഗജേതാവായ ഗൗതം വർമ്മ, ചുറ്റുമുള്ള നിഴലുകളെപ്പോലും അവിശ്വസിക്കുന്ന, മുഖത്ത് ഭാവങ്ങളൊന്നും വരുത്താതെ ശത്രുക്കളെ ഒന്നൊന്നായി വെട്ടിനിരത്തുന്ന ആ സുരൻ ഇതാ തനിക്ക് മുന്നിൽ തികച്ചും ശാന്തനായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്നു. ഗൗതം മേശപ്പുറത്തിരുന്ന മരുന്നിന്റെ ഗ്ലാസ് കയ്യിലെടുത്തു. ഒറ്റ വലിക്കത് കുടിച്ചു തീർത്ത് മുഖം പതുക്കെ ചുളിച്ചുകൊണ്ട് അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ആ നോക്കിൽ പണ്ടത്തെ ആ ഭീകരതയോ തൻവിയെ തകർക്കണമെന്ന വാശിയോ ഇല്ലായിരുന്നു. പകരം വല്ലാത്തൊരു ആത്മബന്ധത്തിന്റെ തിളക്കം ഉണ്ടായിരുന്നു. നീ ഒരു വലിയ കള്ളിയാണ് തൻവി. ഗൗതം ഗ്ലാസ് താഴെ വെച്ചുകൊണ്ട് അവളുടെ അരികിലേക്ക് ഒരടി കൂടി അടുത്തു വന്നു. എന്നെ കൊല്ലാൻ വന്ന നിന്റെ കണ്ണുകളിൽ ഇപ്പോൾ എന്നോടുള്ള പകയല്ല ഉള്ളത്. എനിക്ക് അപകടം പറ്റിയപ്പോ നീ കരഞ്ഞ കണ്ണുനീരുണ്ടല്ലോ, അതിലാണ് ഈ ഗൗതം വർമ്മ പരാജയപ്പെട്ടത്. തൻവി പതുക്കെ മുഖം തിരിച്ചു. തന്റെ ഉള്ളിലെ വികാരങ്ങൾ അവൻ അത്രമേൽ കൃത്യമായി വായിച്ചെടുക്കുന്നത് അവളിൽ ചെറിയൊരു പരിഭ്രമം ഉണ്ടാക്കി. കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കൃത്യസമയത്ത് ഉറങ്ങണമെന്ന്. അവൾ ബെഡ്ഷീറ്റ് പതുക്കെ ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. തൻവി, അവൻ വീണ്ടും അവളെ വിളിച്ചു. ഇത്തവണ ആ ശബ്ദത്തിൽ വല്ലാത്തൊരു സമാധാനം ഉണ്ടായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കിയതും ഗൗതം അവളുടെ കൈത്തണ്ടയിൽ പതുക്കെ പിടിച്ചു. ആ ചൂട് അവളുടെ ശരീരത്തിലൂടെ ഒരു മിന്നൽ പോലെ പാഞ്ഞുപോയി. ഈ വർമ്മ മാൻഷനിൽ പ്രൊജക്ട് എക്സിന്റെ രഹസ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ശത്രുക്കൾ ഇനിയും വെളിച്ചത്ത് വരാനുണ്ട്. ഇനി എന്ത് വന്നാലും നീ എന്റെ ഒപ്പം ഉണ്ടാവോ? തൻവിയൊന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ അവളുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചില്ല. പകരം കട്ടിലിന്റെ അരികിലിരുന്ന് അവൾ പതുക്കെ അവന്റെ മുറിവേറ്റ തോളിലേക്ക് നോക്കി. ആ രാത്രിയിലെ തീനാളങ്ങൾക്കിടയിലൂടെ അവൻ അവളെയും കൊണ്ട് ചാടിയ ആ നിമിഷം അവളുടെ മനസ്സിൽ വീണ്ടും തെളിഞ്ഞു. നീ ഉറങ്ങാൻ നോക്ക് ഗൗതം. നിന്റെ കൂടെ ഈ വർമ്മ മാൻഷനിലെ പകിയുടെ കഥ തീർക്കാൻ ഞാനും ഉണ്ടാകും. തൻവി വളരെ പതുക്കെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഗൗതം പതുക്കെ കട്ടിലിലേക്ക് ചരിഞ്ഞു കിടന്നു. തൻവി മുറിയിലെ വലിയ വെളിച്ചം അണച്ച് ജനാലയിലൂടെ വരുന്ന നിലാവിനായി ആ മുറി തുറന്നിട്ടു. അവൻ പതുക്കെ കണ്ണുകൾ അടയ്ക്കുന്നത് അവൾ നോക്കി നിന്നു. മുറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ തൻവിയുടെ ഉള്ളിൽ ഒരു കാര്യം വ്യക്തമായിരുന്നു. പക വീട്ടാൻ വന്ന ഈ തറവാട്ടിൽ താനിപ്പോൾ ശത്രുവിന്റെ കാവലാളായി മാറിയിരിക്കുന്നു. അവൾ നേരെ സരസ്വതി അമ്മയുടെ മുറിയിലേക്ക് പോയി. അവർ ഉറക്കമായിരുന്നില്ല. അവളെ തന്നെ നോക്കിക്കിടന്നു. കുറെ ദിവസമായിരുന്നു അവരോടൊന്നും മിണ്ടിയിട്ട്. അവൾ അവരുടെ അടുത്തിരുന്ന് കൈപിടിച്ച് മടിയിൽ വെച്ച് തടവി. അമ്മയ്ക്കറിയോ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന്? പ്രൊജക്ട് എക്സിന്റെ മൂന്നാമത്തെ ആൾ അത്ര നിസ്സാരക്കാരനല്ല. ഏതോ വലിയ ശക്തിയാ. ഇതുവരെ അത് ആരാണെന്ന് കണ്ടെത്താനായിട്ടില്ല. ഇനി ഈ വഴിയിലൂടെ നടക്കുന്നത് അപകടമാ. ജീവൻ നഷ്ടപ്പെടാൻ വരെ കാരണമായേക്കും. പക്ഷെ തോറ്റു കൊടുക്കില്ല. എന്റെ അച്ഛന്റെ നിരപരാധിത്വവും ഗൗതമിന്റെ അച്ഛന്റെ മരണത്തിന് കാരണക്കാരനായവനെയും എനിക്ക് പുറത്തു കൊണ്ടുവരണം. അവനെ വെറുതെ വിടില്ല. ഈ യാത്രയിൽ ഗൗതമിനൊപ്പം ഞാനും ഉണ്ടാവും. കാരണം ഇത് എന്റെയും കൂടി ആവശ്യമാണ്. അവളുടെ വാക്കുകളിൽ പോരാട്ട വീര്യം നിറഞ്ഞു നിന്നു. അവർ ഇമചിമ്മാതെ അവളെ തന്നെ നോക്കിക്കിടന്നു. പുറമേ പറയാൻ കഴിയില്ലെങ്കിലും അവർക്കറിയാം, തന്റെ മകന് ചേർന്ന് അവനെ വരുതിക്ക് നിർത്താൻ പറ്റിയ പെണ്ണ് തന്നെയാണിവൾ. തീയിൽ കൊരുത്തവൾ. സരസ്വതി അമ്മയുടെ നിശ്ചലമായ മിഴികളിൽ ഒരു പുതിയ തിളക്കം പടരുന്നത് തൻവി കണ്ടു. ചുണ്ടുകൾ ചലിപ്പിച്ച് പുറത്തേക്കൊന്നും പറയാൻ അവർക്ക് കഴിയില്ലായിരിക്കാം. പക്ഷെ തൻവിയുടെ വിരലുകൾക്കുള്ളിൽ കിടന്ന അവരുടെ തളർന്ന കൈപ്പത്തിക്ക് ഒരു നേരിയ ചലനം ഉണ്ടായതായി അവൾക്കറിയാമായിരുന്നു. അതൊരു സമ്മതമായിരുന്നു. ഒരമ്മ തന്റെ മകന്റെ ജീവനും നിയോഗവും ധൈര്യമായി പെണ്ണിന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിശബ്ദമായ സമ്മതം. തൻവി പതുക്കെ അമ്മയുടെ നെറ്റിയിൽ തലോടി. എനിക്കറിയാം അമ്മേ, ഈ വർമ്മ മാൻഷന്റെ ചുവരുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആ മൂന്നാമത്തെ നിഴൽ. വല്യേച്ചൻ പോലും അറിയാതെയാണ് ചരടുകൾ വലിക്കുന്നത്. പ്രൊജക്ട് എക്സ് എന്നത് വെറുമൊരു ബിസിനസ് ഡീൽ മാത്രമല്ല. അത് ഒരുപാട് മനുഷ്യരുടെ ചോര വീണ വഴിത്താരയാണ്. പക്ഷെ ഗൗതം ഇപ്പോൾ ഒറ്റയ്ക്കല്ല. അവന്റെ നിഴലായ ഒപ്പം പോരാടാൻ ഈ തൻവി ഉണ്ടാവും. അമ്മയുടെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ പതുക്കെ ഒലിച്ചിറങ്ങി കാതിലേക്ക് പടർന്നു.
തൻവി തന്റെ സാരിത്തുമ്പ് കൊണ്ട് അത് തുടച്ചു മാറ്റി. ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ അമ്മയുടെ നോട്ടം അവൾക്ക് നൽകിയത് ഒരു വലിയ സൈന്യത്തിന്റെ പിൻബലത്തേക്കാൾ വലിയ ധൈര്യമായിരുന്നു. അമ്മയെ പതുക്കെ പുതപ്പിച്ച് കിടത്തി തൻവി മുറിക്ക് പുറത്തേക്കിറങ്ങി. സമയം അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. വർമ്മ മാൻഷൻ മുഴുവൻ കനത്ത നിശബ്ദതയിലാണ്. വലിയ ഹാളിന്റെ ചുവരുകളിൽ തൂക്കിയിട്ടിരിക്കുന്ന പഴയ കാരണവന്മാരുടെ ചിത്രങ്ങൾ ആ ഇരുട്ടിൽ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെ തൻവിക്ക് തോന്നി. അവൾ പതുക്കെ മുകളിലെ നിലയിലുള്ള ആ പഴയ ലൈബ്രറി മുറി ലക്ഷ്യമാക്കി നടന്നു. അച്ഛന്റെ ഡയറിയിലും ഗൗതമിന്റെ ലാപ്ടോപ്പിലും കണ്ട ചില സൂചനകൾ അനുസരിച്ച് പ്രൊജക്ട് എക്സിന്റെ ആദ്യകാല രേഖകൾ സൂക്ഷിച്ചിരിക്കുന്നത് അവിടെയാണ്. പടികൾ കയറി മുകളിലെത്തിയതും ലൈബ്രറിയുടെ പകുതി തുറന്ന വാതിലിനിടയിലൂടെ ഒരു നേരിയ വെളിച്ചം പുറത്തേക്ക് വരുന്നത് തൻവി കണ്ടു. അവളുടെ ഹൃദയമിടിപ്പ് പതുക്കെ കൂടി. ഈ പാതിരാത്രിയിൽ ആരാണ് ലൈബ്രറിയിൽ? ആദ്യത്തെ മുഖംമൂടി അഴിയുന്നു. അവൾ ശ്വാസം അടക്കി പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ വാതിലിനരികിലേക്ക് നടന്നു നീങ്ങി. ഉള്ളിലേക്ക് നോക്കി. മേശപ്പുറത്തിരുന്ന ടേബിൾ ലാമ്പിന്റെ വെളിച്ചത്തിൽ ഒരാൾ ആ പഴയ ഷെൽഫുകൾക്കിടയിൽ എന്തോ തിരയുകയാണ്. ടേബിൾ ലാമ്പിന്റെ മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ ആ പഴയ ഷെൽഫുകൾക്കിടയിൽ ഫയലുകൾ പരതുന്ന ആ രൂപം വ്യക്തമായതും തൻവിക്കൊരു നിമിഷം ശ്വാസം നിലച്ചു പോകുന്നതായി തോന്നി. വലിയച്ഛൻ പ്രതാപൻ വർമ്മ. ആശുപത്രിയിൽ വെച്ച് തന്റെ കണ്ണുകളിൽ നോക്കി ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ സംസാരിച്ച, ഗൗതമിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കരഞ്ഞ അതേ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മുഖത്തിപ്പോൾ ആ പഴയ സ്നേഹത്തിന്റെ അംശം പോലും ഇല്ലായിരുന്നു. വല്ലാത്തൊരു ക്രൂരതയും അത്യാഗ്രഹവും ആ കണ്ണുകളിൽ നിഴലിച്ചു നിന്നു. പക്ഷെ എന്തിന്? ആ സ്റ്റഡി റൂമിൽ ഗൗതം അത്ര അത്യാവശ്യമുള്ളതൊന്നും സൂക്ഷിക്കില്ല എന്നവൾക്ക് ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം ഏതോ ഒന്ന് രണ്ട് ഫയലുകൾ എടുത്ത് ധൃതിയിൽ അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയതും തൻവി വേഗം ഓടി ചുവരിന് പിന്നിൽ മറഞ്ഞു. അവളുടെ ഹൃദയമിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. ചുറ്റുമുള്ള മനുഷ്യരിൽ ആരെ വിശ്വസിക്കണം എന്നവൾക്ക് ബോധമില്ലാതെയായിരിക്കുന്നു. അവൾക്ക് അവളെ തന്നെ വിശ്വസിക്കാൻ ഭയം തോന്നി. എത്രയും വേഗം സ്വന്തം വീട്ടിലേക്ക് ഓടിപ്പോയാൽ മതിയെന്ന് അവൾക്ക് തോന്നി. അച്ഛനെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേരാൻ അവൾക്ക് ഒരുപാട് ആഗ്രഹം തോന്നി. പക്ഷെ അദ്ദേഹം ഒപ്പം ഇല്ലെന്നത് അവളെ തളർത്തി കളഞ്ഞു. എങ്കിലും അതിവേഗം തോറ്റുകൊടുക്കാൻ പറ്റില്ല. വല്യച്ഛന്റെ കനത്ത കാൽപ്പെരുമാറ്റം പടികളിലൂടെ താഴേക്ക് മറയുന്നത് വരെ തൻവി ശ്വാസം അടക്കി പിടിച്ച ആ ചുവരിന്റെ മറവിൽ തന്നെ നിന്നു. ഇരുട്ടിൽ അവളുടെ നെഞ്ചിടിപ്പിന്റെ ശബ്ദം അവൾക്ക് തന്നെ വ്യക്തമായി കേൾക്കാമായിരുന്നു. ഈ തറവാട്ടിൽ താൻ അച്ഛന്റെ സ്ഥാനത്ത് കണ്ട മനുഷ്യൻ, തങ്ങളെ രക്ഷിക്കാൻ വന്ന ദൈവമെന്ന് കരുതിയ വലിയച്ഛൻ, ഒടുവിൽ അദ്ദേഹവും ചതിയുടെ കറുത്ത മുഖം മൂടി അണിഞ്ഞ് തനിക്ക് മുന്നിലൂടെ നടന്നു പോയിരിക്കുന്നു. വലിയച്ഛനെടുത്തു കൊണ്ടുപോയ ഫയലുകളിൽ എന്തായിരിക്കാം? പ്രൊജക്ട് എക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില യഥാർത്ഥ രേഖകൾ അദ്ദേഹത്തിന്റെ കൈകളിൽ എങ്ങനെ എത്തി? തൻവിക്ക് ചിന്തകൾ കാടുകയറി. തന്റെ അച്ഛനെ ചതിച്ചതും ഒടുവിൽ ഗൗതമിന്റെ അച്ഛന്റെ ജീവൻ എടുത്തതും ഇതേ മനുഷ്യൻ തന്നെയാണോ? തൻവി പതുക്കെ പടികളിറങ്ങി താഴേക്ക് നടന്നു. തന്റെ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയ അവളുടെ കാലുകൾ പക്ഷെ ചെന്നെത്തിയത് ഗൗതമിന്റെ മുറിക്ക് മുന്നിലാണ്. അവൾ അറിയാതെ ആ വാതിൽ പതുക്കെ തുറന്നു. ജനാലയിലൂടെ അരിച്ചെത്തുന്ന നിലാവെളിച്ചത്തിൽ ഗൗതം ശാന്തമായി ഉറങ്ങുകയായിരുന്നു. മുറിവേറ്റ ആ തോളിലെ പഞ്ഞിയിൽ ഇപ്പോഴും നേരിയ ചോരപ്പാടുകൾ കാണാം. അവൾ പതുക്കെ അവന്റെ കട്ടിലിനരികിലേക്ക് നടന്നു ചെന്നു. അവനെ നോക്കി നിന്നപ്പോൾ അവളുടെ ഉള്ളിലെ ആ പഴയ ലേഡി ബോസ് വീണ്ടും ഉണരുന്നത് അവൾ അറിഞ്ഞു. തീയിൽ കൊരുത്തവളാണ് താൻ. വെറുമൊരു ചതിക്ക് മുന്നിൽ തോറ്റു സ്വന്തം വീട്ടിലേക്ക് ഒളിച്ചോടാൻ വന്നവളല്ല. അവൾ പതുക്കെ ഗൗതമിന്റെ നെറ്റിയിൽ കൈവച്ചു. ആ ചൂട് അവൾക്ക് വല്ലാത്തൊരു ധൈര്യമാണ് നൽകിയത്. വല്യച്ഛൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലെ യഥാർത്ഥ മാസ്റ്റർ മൈൻഡ് ആരാണെന്ന് കണ്ടെത്താൻ ഗൗതമിനൊപ്പം ഇനി അവളും ഉണ്ടാവും. കാരണം ഇത് അവളുടെ അച്ഛന്റെ കൂടി പോരാട്ടമാണ്. പെട്ടെന്ന് ഗൗതം ഉറക്കത്തിൽ നിന്ന് പതുക്കെ കണ്ണു തുറന്നു. നിലാവെളിച്ചത്തിൽ തന്റെ അരികിൽ നിൽക്കുന്ന തൻവിയെ കണ്ടതും അവൻ അവളുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. തൻവി, നീ എന്താ ഈ സമയത്ത്? എന്തുപറ്റി? നിന്റെ കൈകൾ വല്ലാതെ തണുത്തിരിക്കുന്നല്ലോ. അവൻ പരിഭ്രമത്തോടെ എഴുന്നേറ്റിരുന്നു. തൻവി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയമായിരുന്നില്ല, മറിച്ച് ശത്രുക്കളെ വേരോടെ അറുക്കാനുള്ള ആ പഴയ വാശിയായിരുന്നു. ഒന്നുമില്ല ഗൗതം, നമ്മൾ കരുതുന്ന പോലെയല്ല ഒന്നും. ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, സ്വന്തം നിഴലിനെ പോലും. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പെട്ടെന്നല്ല ഗൗതം, എനിക്ക് മടുത്തു ഇത്. എന്നെ ഒന്ന് കൊന്നു തരാവോ? അവൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവനൊന്ന് മെല്ലെ നിഗൂഢമായി ചിരിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എനിക്ക് വോയിസ് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ കംപ്ലീറ്റ് വോയിസ് ടെസ്റ്റ് പറഞ്ഞേക്കാണ്. അതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക. അപ്പൊ അത്രേ ഉള്ളൂ.